ഭർത്താവിന്റെ ക്രൂര പീഡനത്തിനിരയായവർ എന്നതിനപ്പുറം അർഹിക്കാത്ത കരങ്ങളിൽ ചെന്നെത്തിപ്പെട്ടവർ എന്നും വിശേഷിപ്പിക്കാം. ഇട്ടുമൂടാൻ മാത്രം സ്വർണവും പണവും നൽകി എല്ലാം ആഡംബരത്തോടുകൂടി തന്നെ നടന്ന വിവാഹങ്ങൾ. മരണം വരെ തന്റെ മകൾക്ക് ഇരുന്ന് തിന്നാൻ മാത്രം സമ്പത്ത് നൽകി യാത്രയയച്ചിട്ടും ഈ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീകളൊന്നും ഇന്ന് ജീവിച്ചിരിപ്പില്ല. മറ്റൊരു അത്ഭുതകരമായ കാര്യം, ഇവരെല്ലാം അവരുടെ ഭർത്തൃവീട്ടിൽ നേരിട്ട മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ തുറന്നു പറഞ്ഞവരുടെ ലിസ്റ്റിൽ, ആ അനുഭവങ്ങളെ മനസ്സിലാക്കിയവരുടെ ലിസ്റ്റിൽ അവരുടെ മാതാപിതാക്കളും ഉണ്ടായിരുന്നു എന്നതാണ്. ആ ക്രൂരതകളോട് പ്രതികരിക്കേണ്ടതിനു പകരം മകളെ പൊരുത്തപ്പെട്ടു പോവാൻ പഠിപ്പിച്ച വീട്ടുകാർക്ക് മുന്നിൽ അവൾ നേരിടുന്ന അവസ്ഥകളോട് ചെറുത്തു നിൽക്കാൻ പറ്റാതെ വന്നപ്പം തന്റെ ഭർത്താവിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ അവർ കണ്ടെത്തിയ വിഡ്ഢിത്തമാർന്ന തീരുമാനമായിരിക്കണം ഒരുപക്ഷെ സൂയിസൈഡ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന, ഈ വാക്കുകളിലൂടെ ജീവിക്കാൻ ഒരുങ്ങുന്നവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ആണിനോടും പെണ്ണിനോടും എനിക്ക് പറയാനുള്ളത്, ആത്മഹത്യയിലൂടെ ഈ നാടിനൊരു മാറ്റവും മരണപ്പെട്ടു പോയവർക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഇനി മരണപ്പെടാൻ പോകുന്നവർക്കും സാധിക്കുകയില്ല. നിങ്ങളെ കേൾക്കാൻ ആരുമില്ല എന്ന തോന്നൽ നിങ്ങളിൽ ഉടലെടുക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങൾ ജീവിച്ച് കാണണമെന്നത് നിങ്ങളുടെ മാത്രം ആവശ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന്. വിവാഹമോചനത്തിലൂടെ നിന്റെ ഭർത്താവുമായിട്ടുള്ള ബന്ധം മാത്രമേ നിനക്ക് അവസാനിക്കുന്നുള്ളൂ. ഈ മണ്ണിൽ ജീവിക്കാനുള്ള നിന്റെ അവകാശം നിഷേധിക്കപ്പെടുന്നില്ല. തിരിച്ചറിയുക. നിന്റെ ദാമ്പത്യം അടിമച്ചങ്ങലകളിൽ തുടരുന്നുവെങ്കിൽ മോചനത്തിനായി ഈ നൂറ്റാണ്ടിലും നീ നിന്റെ യജമാനനിൽ യാചിക്കരുത്. അടിമയായി തുടരണോ വേണ്ടയോ എന്നത് നിന്റെ തീരുമാനമാണ്. മോചനത്തിന്റെ താക്കോൽ നിന്റെ കരങ്ങളിലാണ്.